നടി രംഭയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപിടി നല്ല സിനിമകൾ നൽകിക്കൊണ്ട് പ്രേക്ഷകർക്ക് ചിരപരിചിതയാണ് നടി. 90കളിലെ യുവാക്കളുടെ ഹരമായിരുന്നു നടി രംഭ. ഈദി വിജയലക്ഷ്മി എന്ന പേര് സിനിമയിൽ എത്തിയതിനു ശേഷമാണ് രംഭ എന്ന് മാറ്റിയത്. 1992 തന്റെ 15ാം വയസ്സിൽ വിനീത് നായകനായ സർഗം എന്ന ചിത്രത്തിലൂടെയാണ് നടി വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. അതേ വർഷം തന്നെ നടി ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 1976 ജൂൺ 5 ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് രംഭ ഈദി വിജയലക്ഷ്മി എന്ന പേരിൽ നടിയുടെ ജനനം. വിജയവാഡയിലെ അറ്റിങ്സൺ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് നടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിന്റെ വാർഷിക ദിന മത്സരത്തിൽ അമ്മ ദേവിയായി അഭിനയിച്ചു. ഈ പരിപാടിയിൽ സംവിധായകൻ ഹരിഹരൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പിന്നീട് മലയാള ചിത്രമായ സർഗത്തിൽ നായികയായി അവരെ പരിചയപ്പെടുത്തി. തെലുങ്ക് അരങ്ങേറ്റ ചിത്രമായ ആ ഒക്കത്തി അടുക്കുവിലെ വിജയശേഷം പേര് രംഭ എന്നായി മാറി. രംഭ മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, ഭോജ്പുരി, ബംഗാളി എന്നീ നിരവധി ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉഴവൻ എന്ന ചിത്രത്തിലൂടെയാണ് നടി രംഭ തമിഴിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിന് ശേഷം ഉള്ളത്തെ അല്ലിത, സുന്ദരപുരുഷൻ, സെങ്കോട്ടൈ, VIP, അരുണാചലം, കാതല കാതല തുടങ്ങിയ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചു. പെൻസിംഗം എന്ന ചിത്രത്തിലാണ് രംഭ അവസാനമായി അഭിനയിച്ചത്. നടി 2010 കനേഡിയൻ വ്യവസായി ഇന്ദ്രകുമാർ പത്മനാഭനെ വിവാഹം കഴിച്ച വിദേശത്ത് സ്ഥിരതാമസമാക്കി. അവർക്ക് 2 പെൺമക്കളും 1 മകനുമുണ്ട്. വിവാഹശേഷം സിനിമകളിലെ തന്റെ ജനപ്രീതി കുറയുകയാണെന്ന് തോന്നിയ നടി അഭിനയം ഉപേക്ഷിച്ചു. അഭിനയത്തിൽ നിന്നും വിരമിച്ച ശേഷം നടി മാനഡ മൈലഡ, ജോഡി നമ്പർ 1 തുടങ്ങിയ റിയാലിറ്റി ഷോകളിൽ ജഡ്ജിയായി പങ്കെടുത്തിരുന്നു. 2017 വിജയ് TVയിൽ സംപ്രേഷണം ചെയ്ത കിങ് ഓഫ് ജൂനിയർ എന്ന ഷോയിലും നടിയെത്തി. തന്റെ കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് താരം പറഞ്ഞിട്ടുണ്ട്. അടുത്തിടെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നിർമ്മാതാവ് തനു വേദിയിൽ രംഭയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, രംഭ 2000 കോടി രൂപയുടെ സ്വത്തിന്റെ ഉടമയാണ്. അവരുടെ ഭർത്താവ് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. 2000 കോടി രൂപയുടെ സ്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഭയുടെ ഭർത്താവ് എന്റെ അടുത്ത് വന്ന് രംഭയ്ക്ക് വീണ്ടും സിനിമയിൽ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനായി ഒരു സിനിമ ചെയ്യണം. നല്ലൊരു കമ്പനി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാം, കലയപ്പുലി തനു പറഞ്ഞു. രംഭയുടെ ഭർത്താവ് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. ഹോം ഇന്റീരിയർ ജോലികൾക്ക് പേരുകേട്ട മാജിക് വുഡ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഇന്ദ്രകുമാർ. ഈ കമ്പനി മാത്രമല്ല, രംഭയുടെ പേരിലുള്ളതുൾപ്പെടെ ആകെ 5 കമ്പനികൾ ഇന്ദ്രകുമാർ നടത്തുന്നു. ഈ കമ്പനികളിൽ ചിലത് ചെന്നൈയിലാണ് പ്രവർത്തിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ യുദ്ധബാധിതരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തുന്നതിനായി രംഭയുടെ ഭർത്താവ് ശ്രീലങ്കയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി ചില IT കമ്പനികളും സ്ഥാപിച്ചിട്ടുണ്ട്.